അല്ലെ ഈ ഒരു നിങ്ങളുടെ ചിന്താഗതി കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തരത്തിലുള്ള പ്രവൃത്തി കാരണം നിങ്ങൾ ചെയ്തതെല്ലാം അനർത്ഥമാവുകയാണ്, ഒരർത്ഥവുമില്ലാത്ത കാര്യമായി മാറുകയാണ്. അത് എന്ത് തന്നെയാണെങ്കിലും, പണമോ എന്ത് ജീവൻ കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു ഫലവുമില്ലാതായി പോകും. കാരണം നിങ്ങളുടെ മനസ്സ് അത്രയ്ക്ക് വിഷമാണ്, അത്രയും കുഷ്ഠം പിടിച്ച മനസ്സാണ്. ഇത്രയും ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും ജനങ്ങളെല്ലാം അറിവും സമ്പന്നരും ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ജാതിയും മതം വർണ്ണം വിവേചനം പ്രജകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ കവടിയാർ കൊട്ടാരത്തിലുള്ള ഈ രാജഭരണമായിരുന്നെങ്കിൽ ഇപ്പോൾ രാജാവാകേണ്ട ആ ഒരു വ്യക്തിക്ക് പോലും ഇല്ലല്ലോ ഈ ഒരു ചിന്താഗതി ഉള്ളിൽ. താൻ രാജാവാണ്, ബാക്കിയുള്ളവരെല്ലാം പ്രജകളാണ്, മന്ത്രിമാരാണ് എന്നൊരു വിചാരമില്ലല്ലോ അവർക്ക്. കാരണം അവരൊക്കെ രാജകുടുംബത്തിൽപ്പെട്ടവരാണ്. അവർ വീണ്ടും പറഞ്ഞെങ്കിൽ നമ്മൾ കളിയാക്കാതെ അംഗീകരിക്കാം. പക്ഷെ അങ്ങേപ്പോലൊരു വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അല്ലയോ മഹാരാജാവായ സുരേഷ് ഗോപി സാറേ, നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയത്തിൽ വന്നത്? ആ കവടിയാർ കൊട്ടാരത്തിലൊക്കെ പോയി അവരോടൊക്കെ ഒന്ന് ചോദിച്ച്, രാജഭരണമായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു രാജഭരണം നേടിയെടുത്തുകൂടായിരുന്നോ? എന്തിനാണ് ഈ പറയുന്ന BJP-യിലൊക്കെ